നമ്മളുടെ അതിർത്തി രാജ്യമായ ബംഗ്ലാദേശിൽ പ്രക്ഷോഭം തുടരുകയാണ്. കഴിഞ്ഞ ദിവസം അവിടെ കർഫ്യൂ പ്രഖ്യാപിച്ചെങ്കിലും കർഫ്യൂ ലംഘിച്ചും പ്രക്ഷോഭം തുടരുന്ന ഒരു സാഹചര്യത്തിൽ പുതിയൊരു ഉത്തരവ് ബംഗ്ലാദേശ് സർക്കാർ ഇറക്കിയിരിക്കുന്നു. അത് ഈ കർഫ്യൂ ലംഘിച്ച് പുറത്തിറങ്ങുന്നവരെ കണ്ടാൽ ഉടൻ വെടിവെക്കാനുള്ള ഒരു ഉത്തരവാണ്. അത് ഇന്ന് വൈകുന്നേരം വരെ ആ ഉത്തരവ് നിലനിൽക്കും എന്ന് അസോസിയേറ്റഡ് പ്രസ് റിപ്പോർട്ട് ചെയ്യുന്നു. ഏതായാലും അത്തരം രൂക്ഷമായ ഒരു സാഹചര്യം കഴിഞ്ഞ ദിവസം തന്നെ അവിടുത്തെ ഇൻ്റർനെറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വിച്ഛേദിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള ജനങ്ങളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിൽ വലിയൊരു പ്രതിസന്ധി നേരിട്ടിരുന്നു. അതിനിടയിലാണ് ഇന്ത്യയുടെ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നത്. ഇപ്പോൾ ഇന്ത്യയുടെ രക്ഷാപ്രവർത്തനത്തിന് ദുഷ്കരമാകുന്ന രീതിയിലാണ് ഈ കർഫ്യൂ വന്നിരിക്കുന്നത്. കണ്ടാലുടൻ വെടി വെക്കുക ഒരു ഉത്തരവ് കൂടി നൽകിയിരിക്കുന്ന സാഹചര്യത്തിൽ വളരെ ദുഷ്കരമായി തന്നെയാണ് ഇപ്പോൾ ഈ ഓപ്പറേഷൻ പുരോഗമിക്കുന്നത്. അതിനിടയിൽ മറ്റൊരു വാർത്ത കൂടി വരുന്നു. ഒരു ഇളവ് ഇതിന് ഉച്ചയ്ക്ക് 2 മണി മുതൽ 1 മണിക്കൂർ നേരത്തേക്ക് ഇളവ് നൽകും എന്നുകൂടി ഇതിൽ പറയുന്നു. നമുക്കറിയാം ഉക്രൈനിലും മറ്റുമൊക്കെ ഈ മിസൈൽ ആക്രമണം മറ്റുമൊക്കെ താൽക്കാലികമായി നിർത്തിവെച്ചുകൊണ്ടാണ് നമ്മുടെ വിദ്യാർത്ഥികളെ രക്ഷിച്ചത്. അത് നമ്മൾ ആ രാജ്യത്തോട് അഭ്യർത്ഥിക്കുകയും ഇരു രാജ്യങ്ങളും റഷ്യയും ഉക്രൈനുമൊക്കെ അതിനെ സമ്മതിക്കുകയും ചെയ്തിരുന്നു. ആ ഒരു മേഖല അവർ യുദ്ധഭൂമി ആക്കിയിരുന്നില്ല. അതുവഴിയാണ് നമ്മുടെ വിദ്യാർത്ഥികളെ രക്ഷപ്പെടുത്തിയത്. അതിന് സമാനമായ രീതിയിൽ ഈ കർഫ്യൂവിൽ കണ്ടാലുടനെ വെടിവെക്കാനുള്ള ഉത്തരവടക്കമുള്ള കർഫ്യൂവിൽ 2 മണി മുതൽ 1 മണിക്കൂർ നേരത്തേക്ക് ഇളവ് നൽകിയതായി ചില റിപ്പോർട്ടുകളുമുണ്ട്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.